തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് കേവലം 13 വയസ്സ് മാത്രമാണ് ഇവർക്ക് പ്രായം. എന്നിട്ടും ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ മണ്ഡലങ്ങളിൽ റഈസുൽ മുഫസ്സിരീങ്ങളുടെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ മുഴുവനും അധ്യക്ഷൻ, പ്രസിഡന്റ് എന്ന പദവി അവർ അലങ്കരിക്കുന്നു. ആ 13 വയസ്സ് വരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച ആ ഘട്ടത്തിനകത്ത് ഇൽമിൻ്റെ എല്ലാ മേഖലകളും ഹബീബിൽ നിന്ന് നേരിട്ട് ഇവർ സ്വന്തമാക്കിയിരുന്നു. ആരാണത്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവരുടെ ചരിത്രം കേൾക്കാം. പ്രതാപവും ആദരണീയതയും സൗന്ദര്യവും കുലീനതയുമെല്ലാം സമ്മേളിച്ച പ്രമുഖ സ്വഹാബിവര്യനാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ജീവിതം അവിടുത്തെ അവസാന കാലഘട്ടത്തിലാണ് ഇവർക്ക് ലഭിക്കുന്നത്. കാരണം ഇവർ ചെറിയ കുട്ടിയായിരുന്നു. ആ ഒരു കുറഞ്ഞ കാലത്തെ സഹവാസം പോലും വലിയ ആദരണീയത ഉണ്ടാക്കുന്നൊരവസ്ഥയിലേക്ക് ഇവരെ മാറ്റുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, ഇവരുടെ ഉപ്പ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവരുടെ മകനാണിവർ. ആ ഒരു ബന്ധവും പിൽക്കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ മഹാപണ്ഡിതരും അതോടൊപ്പം വലിയ ആബിദുമായി ഇവർ മാറുകയായിരുന്നു. അറിവിൻ്റെ മഹാസാഗരം, ഇബാദത്തുകളാൽ സമ്പന്നമായ ജീവിതം, അറിവന്വേഷിച്ചു വരുന്ന ആർക്കും കൃത്യമായ മറുപടികളാൽ എപ്പോഴും തയ്യാറായ വ്യക്തിത്വം, രാത്രികൾ മുഴുവനും നിസ്കാരങ്ങളാൽ സമ്പന്നമായിരുന്നു, പകൽ എല്ലാ സമയത്തും നോമ്പായിരുന്നു. സാത്വികമായ മഹാപണ്ഡിതരായിരുന്നു ഇവർ. രാത്രി നിസ്കരിച്ച് കുറേ സമയം കഴിഞ്ഞ് ഏകദേശം നേരം വെളുക്കാൻ തുടങ്ങുമ്പോഴേക്കും കരഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് പ്രൗഢമായ സൗന്ദര്യമുള്ള ആ മുഖത്ത് കരഞ്ഞ് ധാരാളം പ്രാർത്ഥിച്ച് കണ്ണുനീരൊലിച്ചതിൻ്റെ പാടുകൾ സദാസമയവും കാണാമായിരുന്നു. മുസ്ലിം പണ്ഡിത ലോകത്ത് ഏറ്റവും ആദരണീയരായ പണ്ഡിതൻ ഇവരാണ്. കാരണം വിശുദ്ധമായ ഖുർആൻ്റെ ആന്തരികമായ രഹസ്യങ്ങൾ മുഴുവനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നേരിട്ട് ആ കുഞ്ഞു ഹൃദയം അത്രമാത്രം ആഴത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് കേവലം 13 വയസ്സ് മാത്രമാണ് ഇവർക്ക് പ്രായം. എന്നിട്ട് പോലും അപ്പോഴേക്കും അതിമഹത്തായ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ മുഴുവനും അധ്യക്ഷനായി ആ വലിയ സ്ഥാനം അലങ്കരിക്കാൻ മാത്രം തിരുനബിയോടുള്ള സഹവാസം അവരെ പാണ്ഡിത്യത്തിൻ്റെ നെറുകയെത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രം. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്നതിൻ്റെ കേവലം 3 വർഷം മുമ്പ് മാത്രമാണ് ഇവർ ജനിച്ചത്. പക്ഷേ ആ കുഞ്ഞുനാള് മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സഹവാസം അവരെ മറ്റൊരു വ്യക്തിത്വമാക്കി യഥാർത്ഥത്തിൽ പരുവപ്പെടുത്തിയെടുക്കുകയായിരുന്നു. കുറഞ്ഞ കാലം കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ധാരാളം ഹദീസുകൾ അവർ നേരിട്ട് കേട്ട് പഠിച്ച് ഹൃദയത്തിൽ കുത്തിവെച്ചു. 1600-ലധികം ഹദീസുകൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബുഖാരിയിലും മുസ്ലിമൊക്കെ ആ ഹദീസ് ആധികാരികമായി ചേർത്ത് വച്ചിട്ടുണ്ട്. അബ്ദുള്ള എന്ന ഈ പൊന്നുമോനെ പ്രസവിച്ച ഉടനെ മാതാവ് വേഗം എടുത്ത് ആ കുഞ്ഞിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോരപ്പൈതലിനെ കണ്ട് സന്തോഷത്തോടു കൂടെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീരെടുത്ത് ആ കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. ഈ ലോകത്ത് ആദ്യമായി ആ കുഞ്ഞിൻ്റെ വായിലേക്ക് വന്നത് ഷറഫാക്കപ്പെട്ട ഹബീബിൻ്റെ ഉമിനീരായിരുന്നു. അത് കേവലം ഉമിനീര് മാത്രമായിരുന്നില്ല, അള്ളാഹുവിനോടുള്ള അപാരമായ തഖ്വയുടെയും ഇൽമിൻ്റെയും മഹബ്ബത്തിൻ്റെയും സർവ്വ കേന്ദ്ര ബിന്ദു കൂടെയായി ആ ഉമിനീര് ഷറഫാക്കപ്പെട്ടത് അബ്ദുല്ലാഹിയുടെ ചരിത്രത്തിൽ മാറുകയായിരുന്നു. ബാല്യം പിന്നിട്ട് വളർന്നു വരുമ്പോഴേക്കും തന്നെ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്തൊരടുപ്പം അബ്ദുള്ള സ്വന്തമാക്കി. എപ്പോഴും അവിടുത്തെ ആ തിരുസന്നിധിയിൽ പോയിരിക്കുക, അവിടുത്തെ മുഖത്തേക്ക് നോക്കിയിരിക്കുക, അവിടുന്ന് പറയുന്നത് കേട്ട് മനസ്സിലാക്കുക. അവിടുന്ന് വുളൂ എടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ വേഗം വെള്ളമെടുത്ത് കൊടുക്കുക. അവിടുന്ന് യാത്ര പോവുകയാണെങ്കിൽ അവിടുത്തെ കൂടെ വാഹനപ്പുറത്ത് തന്നെ യാത്ര പോവുക. നിസ്കരിക്കാൻ നിന്നാൽ കൂടെ നിസ്കരിക്കുക. തുടങ്ങി ആ സഹവാസം വളരെയധികം ദൃഢമായ ഒരു ബന്ധത്തിലേക്ക് വളരുകയായിരുന്നു. റസൂൽ പോകുന്നിടത്തെല്ലാം അബ്ദുള്ളയും കൂടെ പോയി. ആ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും നേരിട്ട് ഒപ്പിയെടുത്ത് ഹൃദയത്തിൽ കൊത്തിവെച്ചു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ എടുക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ഞാൻ വെള്ളം കൊടുത്തു. വെള്ളമെടുത്ത് കൊടുത്തപ്പോൾ മുത്തുനബിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ നിസ്കരിക്കാൻ നിന്നപ്പോൾ തിരുനബിക്ക് കുറച്ച് പുറകിലായിട്ടാണ് ഞാൻ നിന്നിരുന്നത്.
മുത്ത് റസൂൽ എന്നോട് പറഞ്ഞു, മോനെ അടുത്തേക്ക് നിൽക്കുക. അവിടുന്ന് കാണിച്ച സ്ഥലത്ത് നിന്ന് അവിടുത്തെ പിന്തുടർന്ന് ഞാൻ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് എന്നോട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മോനെ എന്താണ് കുറച്ച് പുറകിൽ നിൽക്കാൻ കാരണമായത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങ് വലിയ പദവിയുള്ള ഔന്നത്യമുള്ള പ്രവാചകരാണ്, ഞാൻ അങ്ങയുടെ അടുത്ത് നിൽക്കാൻ യോഗ്യനല്ല. ആ ഒരു പേടി, ഭയം കാരണമാണ് ഞാൻ പുറകിലോട്ട് മാറി നിന്നത്. ഇത് കേട്ട് മുത്ത് റസൂൽ കൈകൾ ഉയർത്തി റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഇവർക്ക് നീ വിജ്ഞാനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ എന്ന്. അത് തീർച്ചയായും അള്ളാഹു കേട്ടു. അതിൻ്റെ ഉത്തരമാണ് റഈസുൽ മുഫസ്സിരീൻ എന്ന വിജ്ഞാനത്തിൻ്റെ അതിമഹത്തായ പദവിയിലേക്ക് അള്ളാഹു അവരെ ഉയർത്തിയത്. ഹാഷിം കുലത്തിൽപ്പെട്ട ആ കൊച്ചുകുട്ടി അപാര വിജ്ഞാനത്തിൻ്റെ ദാഹിയായി മാറിയത് അങ്ങനെയാണ്. പിന്നീട് വലിയ ന്യായാധിപന്മാർക്ക് മുകളിൽ, അറിയപ്പെട്ട പല വ്യക്തിത്വങ്ങൾക്കും ഭരണാധികാരികൾക്കും ഒക്കെ മുകളിൽ വിജ്ഞാനം കൊണ്ട് ഇവർ സ്ഥാനം നേടിയിരുന്നു. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെയുള്ള വിജ്ഞാനത്തിൻ്റെ ആഴം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് മുആവിയ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ എന്നിവരൊക്കെ ഒരു ഭാഗത്തും അലി റളിയല്ലാഹു അൻഹു മറ്റൊരു ഭാഗത്തും കുറേ ആളുകളൊക്കെ ചേർന്ന് നടന്ന ഒരു ചെറിയ ഒരു യുദ്ധം പോലെയുള്ള ഒരു സംഭവം. ആ സംഭവത്തിൽ രണ്ട് പക്ഷമായി മുസ്ലിങ്ങൾ നിന്ന ഒരു സമയമുണ്ടായിരുന്നു. വല്ലാതെ അലിയാർ തങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മരുമകൻ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവായിരുന്നവർ, അവർ വല്ലാതെ ഒറ്റപ്പെട്ട്, പലരാലും ഒറ്റപ്പെടുത്തപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് അന്ന് ചെറിയ പ്രായം മാത്രമുണ്ടായിരുന്ന അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു കൗമാരത്തിൻ്റെ കാലഘട്ടത്തിൽ അലിയാരുടെ അടുക്കിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനായവരെ, അങ്ങയോട് ഉടക്കി നിൽക്കുന്ന ആളുകളെ അടുത്ത് പോയി സംസാരിക്കാൻ അങ്ങ് ദയവായി എന്നെ അനുവദിച്ചാലും. അപ്പോൾ അലിയാർ തങ്ങൾ പറയുന്നുണ്ട്, മോനെ, നിനക്കെന്തെങ്കിലും അപകടം, അവർ നിന്നെ അപകടം ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചാൽ അങ്ങനെയൊന്നും നടക്കില്ല. അങ്ങനെ സമ്മതം കൊടുത്ത് അവർ പോയി സംസാരിക്കുന്നുണ്ട്. ആളുകളോട് എല്ലാവരെയും വിളിച്ചുകൂട്ടി. ചില ആളുകൾ തുടക്കത്തിൽ ഇവരുടെ സംസാരം കേൾക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷേ ഭൂരിഭാഗം ആളുകളും അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹുവിനോട് വലിയ മതിപ്പും ആദരവും അൽമിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ ആദരവോടെയാണ് ഭൂരിഭാഗം ആളുകളും ഇവരെ കേട്ടത്. അവർ വന്നപ്പോൾ തന്നെ അവരൊക്കെ സന്തോഷത്തോടു കൂടെ, യാ ഇബ്നു അബ്ബാസ്, എന്താണ് താങ്കൾ വന്നത് എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ തയ്യാറാവുകയാണ് ചെയ്തത്. ആ ഘട്ടത്തിലും ചില ആളുകൾ ഇവരുടെ സംസാരം നമുക്ക് കേൾക്കേണ്ടതില്ല എന്ന രീതിയിൽ സംസാരിച്ചുവെങ്കിലും ഭൂരിഭാഗം ആളുകളും ആ ചെറിയ കൗമാരപ്രായം മാത്രമുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംസാരം കേൾക്കാൻ തയ്യാറായി. പൗരപ്രമുഖരും പ്രമുഖരായ സ്വഹാബികളും എല്ലാവരും ഇവർക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. എന്നിട്ട് ഇവർ ചോദിച്ചു, അലി റളിയല്ലാഹു അൻഹുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ പ്രയാസങ്ങൾ വന്നിരിക്കുന്നു, അതിനുണ്ടായ കാരണങ്ങൾ എന്താണ് എന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ആ സമയത്ത് പ്രധാന 3 കാര്യങ്ങൾ അവർ എണ്ണി പറഞ്ഞു. ആ 3 കാര്യങ്ങൾക്കും കൃത്യമായി എണ്ണി ഇവർ മറുപടി പറഞ്ഞു. ഓരോ മറുപടിയും പറഞ്ഞപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അതിനൊരു തീരുമാനമായോ? അപ്പോൾ അവർ പറയും തീരുമാനമായി. അടുത്ത മറുപടി പറയുമ്പോൾ അവർ പറയും തീരുമാനമായോ? അപ്പോഴും തീരുമാനമായി. 3-ാമത്തെ കാര്യം അവർ പറഞ്ഞു, അപ്പോഴും തീരുമാനമായി എന്നവർ പറഞ്ഞു. ഈ സംസാരമെല്ലാം കേട്ട് കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ട് 20,000 ആളുകളാണ് തിരിച്ച് അലിയാർ തങ്ങളുടെ അടുത്തേക്ക് തന്നെ പോയി അവരുടെ കൂടെ ജോയിൻ ചെയ്തത്. ബാക്കി ഏതാനും ചില ആളുകൾ മാത്രമാണ് അപ്പോഴും ചേരാതെ ബാക്കിയായിരുന്നത്. ബഹുഭൂരിഭാഗം വരുന്ന ആളുകളെയും അലിയാരിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇവർക്ക് ഈ കൗമാരപ്രായത്തിൽ സാധിച്ചു. അത്രമാത്രം അറിവിൻ്റെയും സംസാര ചാതുരിയുടെയും വ്യക്തിത്വ മഹിമയുടെയും വല്ലാത്ത ഒരു പ്രഭാരൂപമായിരുന്നു അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. വിജ്ഞാനം നേടാനുള്ള ഒരു അവസരവും അബ്ദുള്ള പാഴാക്കിയില്ല. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ചെലവഴിച്ച മുഴുവൻ സമയവും ഇൽമ് നേടി. അതിന് പുറമെ അവിടുത്തെ വഫാത്തിന് ശേഷം സ്വഹാബികളിൽ പ്രമുഖരായിരുന്ന പണ്ഡിതന്മാരായ ആളുകളുടെ അടുക്കൽ ചെന്ന് ഓരോ കാര്യവും ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് അത് ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നത് അവരുടെ പതിവായിരുന്നു. അറിവ് നേടാൻ വേണ്ടി ഏത് സ്വഹാബിയുടെ അടുത്തേക്കും അവർ യാത്ര പോകുമായിരുന്നു. സമൂഹത്തിൽ ഏറെ ആദരവുള്ള പണ്ഡിതരായിരുന്നിട്ട് പോലും ചെറിയ ഒരു അറിവ് നേടാൻ പോലും സ്വഹാബി വീടുകളിലേക്ക് ഇവർ അങ്ങോട്ട് ചെല്ലുമായിരുന്നു. അതിനെക്കുറിച്ച് പിന്നീട് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ ആരുടെയെങ്കിലും അടുത്ത് ഒരു ഹദീസ് ഉണ്ടെന്നറിഞ്ഞാൽ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് അവർ വിശ്രമിക്കുന്ന ആ സമയത്ത്
ഞാൻ അവരുടെ വീടുകളിലേക്ക് ചെല്ലുമായിരുന്നു. അറേബ്യയിൽ എല്ലാവരും വിശ്രമിക്കുന്നൊരു സമയമാണത്. ആ സമയത്ത് അവരുടെ വീട്ടിലേക്ക് ചെന്ന് ഞാൻ പുറത്ത് എൻ്റെ മേൽവസ്ത്രം ഒരു ചെറുതായി ഒരു തലയിണ പോലെയാക്കി അവിടെ വിശ്രമിക്കും. അകത്ത് അവരുറങ്ങുകയായിരിക്കും. അതിന് പ്രയാസമുണ്ടാക്കരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവിടെ കിടന്ന് അവരുറങ്ങുന്നതുവരെ ആ പുറത്ത് ശക്തമായ കാറ്റടിച്ച് വീശി ആ കാറ്റിൻ്റെ കൂടെ മണൽത്തരികളും ഉണ്ടായിരുന്നു. പലപ്പോഴും എൻ്റെ ശരീരം മുഴുവനും പലപ്പോഴും അങ്ങനെ മണൽത്തരികൾ കാറ്റടിച്ച് വന്നിട്ടുണ്ടാകുമായിരുന്നു. അങ്ങനെ അവസാനം വീട്ടിലുള്ള സ്വഹാബി എഴുന്നേറ്റ് വരുന്നു. എന്നെ കാണുന്ന സമയത്ത് വല്ലാത്ത വിഷമത്തോടു കൂടെ ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, പ്രയാസപ്പെട്ടു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ സ്വീകരിക്കുമായിരുന്നു. അള്ളാഹിൻ്റെ ഹബീബായ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യപുത്രനായവർ എന്നെ ഇങ്ങോട്ട് കാണാൻ വന്നത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അബ്ദുല്ലാഹി അബ്ബാസ് റളിയല്ലാഹു തിരിച്ചു പറഞ്ഞു, ഞാൻ അറിവ് അന്വേഷിച്ച് വന്നതാണ്. അറിവ് ഒരിക്കലും എന്നെ ഇങ്ങോട്ട് തേടി വരികയല്ല വേണ്ടത്, അറിവിനെ തേടി അങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ അദബ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ശേഷം ആ ഹദീസിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഞാൻ യാത്ര തിരിക്കും. ഇങ്ങനെ അറിവ് അന്വേഷിച്ച് ഞാനൊന്നുമല്ല എന്ന രീതിയിൽ അറിവിന് വേണ്ടി തേടിപ്പോയി എല്ലാം സ്വായത്തമാക്കിയ ഓരോ ഘട്ടങ്ങളും അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹുവിനെ കൂടുതൽ വിനയാന്വിതനാക്കി മാറ്റുകയാണ് ചെയ്തത്. യഥാർത്ഥ ഇൽമിൻ്റെ അടയാളവും അതുതന്നെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയ്യുകൾ, ദിവ്യ വെളിപാടുകൾ എഴുതി സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട പ്രമുഖരായ, ഖുർആനുമായി ബന്ധമുള്ള പ്രമുഖരായ സ്വഹാബിയാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അവരുമായി ബന്ധപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ അബ്ബാസിൻ്റെ ഒരു ചരിത്രം ഇങ്ങനെയുണ്ട്. ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട അങ്ങനെ പല കാര്യങ്ങളിലും വലിയ സ്ഥാനമുള്ള സ്വഹാബിയാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു അടിമ യജമാനൻ്റെ മുന്നിൽ നിൽക്കുന്ന അത്രയും വിനയത്തോടെ അവിടെ നിൽക്കുകയാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി പിടിച്ചു കൊടുത്തതും കടിഞ്ഞാൻ കയ്യിൽ കൊടുത്തതും എല്ലാം അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് തന്നെ. ഉടനെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ പിതൃവ്യപുത്രനായവരെ താങ്കൾ അതിനെ വിട്ടേക്കുക. ആ ഒരു ഖിദ്മ ചെയ്യുന്നത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഉടനെ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മുടെ സമൂഹത്തിലെ പണ്ഡിത ശ്രേഷ്ഠരോട് ഇങ്ങനെയൊക്കെ ആദരവ് പ്രകടിപ്പിക്കാനാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഉടനെ സെയ്ദ് ബിൻ സാബിത്ത് പറഞ്ഞു, അബ്ദുള്ള, താങ്കൾ ആ കൈകളൊന്ന് കാണിക്കാമോ? ആ കൈകൾ നീട്ടിക്കൊടുത്തപ്പോൾ ഉടനെ ആ കൈയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ പ്രവാചകരുടെ കുടുംബത്തോട് ഈ വിധത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുവാനാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയായിരുന്നു അവരുടെ ബന്ധം. ഞാൻ എന്നതായിരുന്നില്ല, താങ്കളാണ് എന്നെക്കാളും എന്ന ചിന്തയായിരുന്നു അവർക്ക് എല്ലാവർക്കും. വിജ്ഞാന സമ്പാദനത്തിനായി ജീവിതം മുഴുവനും സമർപ്പിച്ച അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു കുറിച്ച് താബിഈ പണ്ഡിതരിൽ പ്രമുഖരായ മസ്റൂഖ് ഇബ്നുൽ അജാദ് എന്നവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇബ്നു അബ്ബാസിനെ കാണുമ്പോൾ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകും, ജനങ്ങളിൽ ഏറ്റവും സുന്ദരൻ. അദ്ദേഹം എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും, ജനങ്ങളിൽ ഏറ്റവും സ്ഫുടമായി സംസാരിക്കുന്ന വ്യക്തി. അദ്ദേഹം സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ജനങ്ങളിൽ ഏറ്റവും അറിവുള്ള വ്യക്തി എന്ന്. ഈ 3 സെൻറ്റൻസുകളിൽ നിന്ന് അവിടുത്തെ വ്യക്തിത്വത്തിൻ്റെ ഏകദേശം രൂപവും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. വിജ്ഞാന സമ്പാദനത്തിൻ്റെ മാർഗത്തിൽ എല്ലാ മേഖലകളും താണ്ടിക്കഴിഞ്ഞപ്പോൾ സ്വയം ഒരു ഗുരുവായി അവർ മാറുകയായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ സ്വീകരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടുകളിലേക്കുള്ള ഇടവഴികൾ മുഴുവനും അറിവ് തേടി വരുന്ന ആളുകളെ കൊണ്ട് നിറയുമായിരുന്നു എപ്പോഴും. ചില ഘട്ടങ്ങളിലൊക്കെ ആ ഇടവഴികളിലൂടെ നടക്കാൻ മറ്റൊരാൾക്ക് ഗ്യാപ്പില്ലാത്ത വിധം അറിവ് തേടി വിദൂര പ്രദേശങ്ങളിൽ നിന്നടക്കം ആളുകൾ വരുന്ന മഹാഗുരുവായി, പണ്ഡിതരായി അവർ മാറി. ആ വീട് എപ്പോഴും ആളുകളാൽ സമ്പന്നമായിരുന്നു, നിബിഡമായിരുന്നു, അറിവന്വേഷിച്ച് വരുന്ന ആളുകളെ കൊണ്ട്. അവരുടെ ഒരു കൂട്ടുകാരൻ തന്നെ അത് പറയുന്നുണ്ട്, ഖുറൈശികൾക്ക് ഏറ്റവും അഭിമാനിക്കാൻ ഈ ഒരു സദസ്സ് മാത്രം മതി. ആ വഴികളിൽ നിറയെ ആളുകളാണ്, അതെല്ലാം അറിവന്വേഷിച്ച് ആ ഖുറൈശികളിൽപ്പെട്ട അവരുടെ വീട്ടിലേക്ക് പോകുന്നവരാണ്. അതൊരു സർവകലാശാലയായി മാറി. ജനങ്ങളെല്ലാം വന്ന് അറിവ് പഠിക്കാൻ വേണ്ടി അവിടെ വരുമ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് എന്ന വാർത്ത ഈ സുഹൃത്ത് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹുവിനോട് പറയുമ്പോൾ അവർ പറയും, എനിക്ക് വുളു എടുക്കാനുള്ള വെള്ളമൊക്കെ ശരിയാക്കി വെക്കുക. ശേഷം ഒരു വുളു എടുത്ത് വന്നതിന് ശേഷം ഇങ്ങനെ പറയും, അവിടെ കാത്തിരിക്കുന്ന ആളുകളോട് നീ പോയി ഇങ്ങനെ പറയുക, നിങ്ങളുടെ കൂട്ടത്തിൽ വിശുദ്ധമായ ഖുർആനെക്കുറിച്ച് അറിയാനോ അതിൻ്റെ അക്ഷരങ്ങളെക്കുറിച്ച് അറിയാനോ ഒക്കെ വന്നവരുണ്ടെങ്കിൽ അവർ മാത്രം അകത്തേക്ക് വരിക. അങ്ങനെ കുറേ ആളുകൾ ആ ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് അകത്തേക്ക് വരും. അവർ അതിനു വേണ്ടി വന്നവരായിരുന്നു. അങ്ങനെ അവർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എല്ലാത്തിനും കൃത്യമായി ആധികാരികമായി മറുപടി അവർ പറയും.
മറുപടി എല്ലാം പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾക്കനുസരിച്ച് ഉത്തരങ്ങളും നീണ്ടുപോയി. അവരുടെ വീടും അകവും എല്ലാം ഈ ആളുകളെ കൊണ്ട്, ആ സദസ്സിനെ കൊണ്ട് നിറയുമായിരുന്നു. ഉത്തരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയും, ഇനി നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക. ബാക്കി കുറേ ആളുകൾ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. പിന്നീട് കൂടെയുള്ള ആ സഹായിയോട് ഇദ്ദേഹം ഇങ്ങനെ പറയും, ഇനി നിങ്ങൾ അവിടെ കാത്തിരിക്കുന്നവരോട് ഇങ്ങനെ പറയുക, വിശുദ്ധമായ ഖുർആൻ്റെ വ്യാഖ്യാനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വന്നവരോട് അകത്തേക്ക് വരാൻ പറയുക. അപ്പോൾ വീണ്ടും കുറേ ആളുകൾ അകത്തേക്ക് വരും. അവരെ കൊണ്ട് അവിടെ എല്ലാം വീണ്ടും നിറയും. ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ട, അർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ചർച്ചകളുമായി ബന്ധപ്പെട്ട് കുറേ സമയം അങ്ങനെ പോകും. എല്ലാ ചോദ്യങ്ങൾക്കും സ്പഷ്ടവും വ്യക്തവുമായ ആധികാരികമായ മറുപടി ആ ഒരു ഭൂമുഖത്തു നിന്ന് വല്ലാതെ ജനങ്ങളിലേക്ക് എത്തുകയാണ്. വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ച് കുറേ സമയങ്ങൾ കഴിഞ്ഞ് അവരുടെ എല്ലാ സംശയങ്ങളും തീർന്നതിന് ശേഷം അവരോടെല്ലാവരോടും പറയും, ഇനി നിങ്ങൾ പോയി നിങ്ങളുടെ സഹോദരങ്ങൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഈ പരിചാരകനോട് ഇങ്ങനെ പറയും, അവിടെ കാത്തിരിക്കുന്നവരോട് ഇങ്ങനെ പറയുക, നിങ്ങളുടെ കൂട്ടത്തിൽ ഹലാലായ കാര്യങ്ങളും ഹറാമായ കാര്യങ്ങളും ഫിഖഹിൻ്റെ അത്തരം കാര്യങ്ങളെല്ലാം കർമ്മശാസ്ത്രമൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരകത്തേക്ക് കടന്നു വരിക. അപ്പോഴും കുറേ ആളുകൾ അകത്തേക്ക് വരും. അവരെക്കൊണ്ടും ആ ഹോള് മുഴുവനും നിറയും. അവർക്കുള്ള സംശയങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് വീണ്ടും ചോദ്യോത്തരങ്ങളായി കുറേ സമയം അങ്ങനെ നീണ്ടുപോയി. ശേഷം അവരോട് പറയും, ഇനി നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ശേഷം പരിചാരകനോട് പറയും, അവിടെ പോയിട്ട് ഇങ്ങനെ പറയുക, നിങ്ങളുടെ കൂട്ടത്തിൽ അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വന്നവരുണ്ടെങ്കിൽ അകത്തേക്ക് വരിക. അപ്പോഴും കുറേ ആളുകൾ അകത്തേക്ക് വരും. അവരെ കൊണ്ടും അവിടെ നിറയുമായിരുന്നു. വീണ്ടും കുറേ ചോദ്യോത്തരങ്ങൾ എല്ലാം കഴിഞ്ഞ് വീണ്ടും പറയും, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് പരിചാരകനോടായി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അറബി ഭാഷ, കവിതകൾ, വ്യത്യസ്ത അറബി ശൈലികൾ ഇതെല്ലാം അറിയാൻ ആഗ്രഹിച്ച ആളുകളുണ്ടെങ്കിൽ അകത്തേക്ക് വരിക. അതാഗ്രഹിച്ച് വന്ന ആളുകൾ കുറേ ആളുകൾ അകത്തേക്ക് വരും. അവരെ കൊണ്ടും അവിടെ നിറയുമായിരുന്നു. അങ്ങനെ കുറേ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ചകളുമായി സമയം പോകും. എല്ലാ സമയവും ഇൽമിൻ്റെ മേഖലയിൽ തേടി വരുന്ന ആളുകൾക്ക് ഇൽമു പറഞ്ഞു കൊടുത്ത് ആ മഹാജീവിതം മുന്നോട്ട് പോവുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് അറിവ് തേടി വരുന്നവരുടെ എണ്ണം പിന്നെയും പിന്നെയും കൂടുകയായിരുന്നു. ധാരാളം ആളുകൾ കൂടി വന്നപ്പോൾ സിസ്റ്റത്തിലൊരു മാറ്റം വരുത്തി. എല്ലാ ദിവസവും എല്ലാ അറിവുകളും പറയുന്നതിന് പകരം ഒരു ദിവസം ഖുർആൻ വ്യാഖ്യാനം മാത്രം, വേറൊരു ദിവസം കർമ്മശാസ്ത്രം മാത്രം, അന്ന് വേറെ ഒന്നും ചർച്ച ചെയ്യുകയില്ല. ആ രീതിയിൽ ജനബാഹുല്യങ്ങൾ നിറഞ്ഞ വലിയ ഇൽമിൻ്റെ സദസ്സായി അവിടുത്തെ സദസ്സുകളൊക്കെ മാറുകയാണ്. ചെറിയ പ്രായം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയത്ത് കേവലം 13 വയസ്സാണ് പ്രായം. അവിടെ മുതൽ വലിയ സദസ്സുകളിൽ പണ്ഡിതന്മാർ ഒത്തുചേരുന്ന വലിയ ചർച്ചകളിലൊക്കെ ഈ ചെറിയ പ്രായമുള്ളവർക്കും സ്ഥാനമുണ്ടായിരുന്നു. ആ മഹാസദസ്സിൽ വന്ന് അവിടുത്തെ കേട്ട ഒരു പണ്ഡിതനും അവിടുത്തെ അംഗീകരിച്ച് ബോധ്യപ്പെട്ടിട്ടല്ലാതെ തിരിച്ചു പോയിട്ടില്ല. അത്രമാത്രം ആധികാരികവും വ്യക്തവുമായിരുന്നു അവിടുത്തെ അറിവ്, അവതരണവും. വലിയ പണ്ഡിതരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ട വിഷയത്തിൻ്റെ ചർച്ചയിൽ പോലും അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്ഥാനമുണ്ടായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകമായി ഇവരെ ആദരിക്കുകയും സദസ്സിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ പേരിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ചിലർ ആക്ഷേപിച്ചു. മറ്റ് പ്രമുഖരായ വലിയ പ്രായമുള്ള പല പണ്ഡിത സ്വഹാബികളും ഉണ്ടായിരിക്കെ ഈ ചെറിയ പ്രായമുള്ള കുട്ടിക്ക് എന്തിനാണ് ഇത്രമാത്രം വലിയ സ്ഥാനം കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് മറുപടി ഇങ്ങനെയാണ് പറഞ്ഞത്. ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യൗവനം പോലും പിന്നിട്ടിട്ടുണ്ടായിരുന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് എത്തിയാൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇരിപ്പിടം അല്പം താഴ്ത്തുകയും ഉയർന്ന ഇരിപ്പിടം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന് നൽകുക പോലും ചെയ്യുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇതിനെ ചില ആളുകൾ അധിക്ഷേപിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു, അറിവിലും അനുഭവ സമ്പത്തിലും പ്രായം ചെന്ന ആളുകളെ വെല്ലുന്ന ഒരു യുവാവാണ് അദ്ദേഹം. അറിവന്വേഷിക്കുന്ന ഒരു നാവും ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഹൃദയവും അദ്ദേഹത്തിനുണ്ട് എന്ന്. ചില പ്രത്യേകമായ വിജ്ഞാന ശാഖകൾ പഠിക്കാൻ വരുന്ന ആളുകളോട് ഇത്തരത്തിൽ ആധികാരികമായി ചർച്ച ചെയ്യുന്നതിന് പുറമെ മൊത്തത്തിൽ മതകാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പൊതു ക്ലാസ്സുകൾ വേറെയും അവിടുന്ന് സംഘടിപ്പിച്ചിരുന്നു. അത്തരമൊരു ക്ലാസ്സിൽ അവർ കൊടുത്ത ചില ഉപദേശങ്ങൾ ഇങ്ങനെയായിരുന്നു: തിന്മകളിൽ ഏർപ്പെടുന്ന ജനങ്ങളെ, നിങ്ങളുടെ പാപങ്ങളുടെ പേരിലുണ്ടാവുന്ന ശിക്ഷയുടെ കാര്യത്തിൽ നിങ്ങൾ നിർഭയരായി പോകരുത്. ഒരു തെറ്റ് ചെയ്ത് അതേ തെറ്റ് വീണ്ടും ചെയ്യുന്നത് കൂടുതൽ ശിക്ഷാർഹമാണ്. ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ വലത്തും ഇടത്തുമുള്ള ആളുകൾ അറിയുന്നതിൽ ഗൗരവം തോന്നാതിരിക്കുന്നത് ആ തെറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നീ സന്തോഷിച്ച് ചിരിക്കുന്നുവെങ്കിൽ, ആനന്ദിച്ചോർത്ത് ചിരിക്കുന്നുവെങ്കിൽ അത്രമാത്രം കടുപ്പമേറിയ തെറ്റാണത്.
അതിൻ്റെ പേരിൽ റബ്ബ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല തന്നെ. ഒരു തെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അത് ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെ പേരിൽ ദുഃഖിക്കുന്നുവെങ്കിൽ ആ തെറ്റ് കടുപ്പമുള്ളതാണ്. നീ ഒരു തെറ്റ് ചെയ്യുകയും കാറ്റ് വന്ന് നിൻ്റെ മറ്റുള്ളവരിൽ നിന്നുള്ള മറയെ നീക്കിക്കളയുന്നത് ഭയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം റബ്ബ് കാണുന്നു എന്ന ചിന്ത നിൻ്റെ ഹൃദയത്തെ പിടിച്ചുലക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ വളരെ ഗൗരവമുള്ള പാപമാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും ഉള്ളുലക്കുന്ന ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന ഉപദേശങ്ങളാൽ സമ്പന്നമായിരുന്നു ആ ക്ലാസ്സുകളെല്ലാം. ഒരിക്കലും താൻ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് അവിടുന്ന് പറഞ്ഞില്ല. താൻ ഉപേക്ഷിക്കാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാനും അവിടുന്ന് പറഞ്ഞില്ല. രാത്രി മുഴുവനും നിസ്കാരവും പകൽ സമയത്ത് നോമ്പുമായിരുന്നു അവിടുത്തെ ശീലം. അബ്ദുല്ലാഹിബ്നു മുലൈക്ക റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാനൊരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. രാത്രി സമയമായപ്പോൾ എല്ലാവരും ക്ഷീണിച്ചിരുന്നത് കൊണ്ട് ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയും എല്ലാവരും ഉറങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ അല്പനേരം കഴിഞ്ഞ് ഞാൻ കണ്ട കാഴ്ച, അല്പനേരം മാത്രം ഉറങ്ങി വേഗം എഴുന്നേറ്റ് നിസ്കാരത്തിൽ മുഴുകുകയാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. യാത്രാക്ഷീണവും പ്രയാസങ്ങളൊന്നും അവിടുന്ന് വകവച്ചില്ല. നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്ത് അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. സൂറത്ത് ഖാഫിലെ 19-ാമത്തെ സൂക്തമാണ് അവിടുന്ന് ഓതിക്കൊണ്ടേയിരുന്നത്. ആ ആയത്ത് ആവർത്തിച്ചോതിക്കൊണ്ട് അവിടുന്ന് പൊട്ടിക്കരയുകയായിരുന്നു. വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ് എന്ന ആയത്ത്. നീ എന്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുവോ ആ മരണത്തിൻ്റെ വെപ്രാളം അതെന്തായാലും എത്തുക തന്നെ ചെയ്യുമെന്ന ആശയം പറയുന്ന ആയത്ത് ഊതി ആ പാതിരാവിൽ സുബഹി വരെ പൊട്ടിക്കരയുന്ന അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെയാണ് ഞാൻ കണ്ടത് എന്നവർ വിവരിക്കുകയാണ്. വലിയ സൗന്ദര്യത്തിന് ഉടമയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ 2 ഭാഗത്തും അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിൽ ലയിച്ച് കരഞ്ഞ കണ്ണുനീരിൻ്റെ പാടുകൾ എപ്പോഴും കാണാമായിരുന്നു. ഈ കാരണങ്ങളാലൊക്കെ തന്നെ എപ്പോഴും അവരുടെ കൂടെ ജനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഒരിക്കൽ ഖലീഫയായിരുന്ന മുആവിയ റളിയല്ലാഹുവിൻ്റെ കൂടെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ മുആവിയയുടെ ചുറ്റുമുണ്ടായിരുന്ന അംഗരക്ഷരും പ്രധാനപ്പെട്ട പടയാളികളും ആയ ആളുകളുടെ എണ്ണത്തെക്കാളേറെ ആളുകൾ ആ സംഘത്തിൽ കൂടെ ഉണ്ടായിരുന്ന അബ്ദുല്ലാഹിബ്നു അബ്ബാസിൻ്റെ കൂടെ വിജ്ഞാനം തേടിയുണ്ടായിരുന്നു. അങ്ങനെ നീണ്ട 71 വർഷക്കാലമാണ് അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചത്. വിജ്ഞാനത്തിൻ്റെ അനന്തകോടി സമസ്ത മേഖലകളിലും പ്രഭ പരത്തി എത്രയോ ആളുകളിലേക്ക് വിജ്ഞാനത്തിൻ്റെ അഗാധ പാണ്ഡിത്യത്തിൻ്റെ ഉള്ളറകൾ ഹബീബിൽ നിന്ന് നേരിട്ട് കേട്ടത് പകർന്നുകൊടുത്ത് ആ മഹാജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. 71-ാമത്തെ വയസ്സിലാണ് റബ്ബിലേക്ക് അവർ യാത്രയാവുന്നത്. ഫാത്തിമ ബീവിക്ക് ശേഷം അലിയാർ തങ്ങളുടെ ഭാര്യയായിരുന്ന ഖൗല ബിൻത് ജാഫർ എന്നവരിലുണ്ടായ മകൻ മുഹമ്മദ് ഇബ്നു അബി ത്വാലിബ് എന്നവരാണ് അവിടുത്തെ ജനാസ നിസ്കരിച്ചത്. ത്വായിഫിൻ്റെ മനോഹരമായ ആ ഒരു പള്ളിയുടെ ഭാഗത്ത് അവരുടെ ഖബർ ഷരീഫ് നിലകൊള്ളുകയാണ്. ലോകത്തെ നാനാ ദിക്കുകളിലേക്കും വിജ്ഞാനം പകർന്ന് ശാന്തമായി വിശ്രമിക്കുന്ന ആ മഹാനുഭാവൻ്റെ സുന്ദരമായ മുഖം കാണുവാനും അറിവിനും അറിവന്വേഷണങ്ങൾക്കും സമ്മതം വാങ്ങുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.